അപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞു നിർത്തിയത് ദ മെക്കാനിസം ഓഫ് എ substitution reactions in octahedral complexes, the dissociative and associative mechanism, and some experimental factors which lead to whether it is SN1 or SN2. ചില ഫാക്ടേഴ്സ് വെച്ച് നമുക്ക് പറയാൻ പറ്റും ഏത് ഡയറക്ഷനിലേക്കാണ് നമ്മുടെ ഇൻഡിക്കേഷൻ. അതായത് ഫോർ എക്സാമ്പിൾ ചാർജ് ഓഫ് ദി കോംപ്ലക്സ്, ചാർജ് കൂടുന്നതനുസരിച്ച് പിന്നെ എന്താണ് ആനയോണിക് ലിഗാൻഡിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ സ്ലോ ആവുന്നു എന്നൊക്കെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാണ് അല്ലേ. ചാർജ് ഇതിന്റെ പറഞ്ഞിരുന്നത് as the strength of the or the basicity of the leaving group, the donor capacity of the leaving group, and the inductive effect of the other ligands, the donor capacity of other ligands increases the SN1 reaction and decreases SN2 reaction. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാണ് എല്ലാം നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്ത് ഏത് ഭാഗത്തേക്കാണ്. ഈ സീ ദാറ്റ് all these direct towards the point that dissociative mechanism is more predominant in octahedral complexes. കുറേ ഫാക്ടേഴ്സ് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. ഒരു ഫാക്ടറും കൂടി പറയാനുള്ളത് അതൊന്നും തീർന്നു പോയ സമയം. That is about the solvation. നമുക്കറിയാം in the dissociative mechanism the complex dissociate into two species and usually they are ionic. For example, to take the case of say and if you consider the substitution reaction in this complex, we can say it dissociate into CONH3 5 times 3 plus and Cl minus. ഇങ്ങനെയാണ് ഡിസോസിയേറ്റ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന രണ്ട് അയോൺസ് they are solvated and we can see that it is having a higher charge, it is better solvated. ഇതിനപേക്ഷിച്ച് ഇത് കൂടുതൽ നന്നായി സോൾവേറ്റ് ചെയ്യും. And actual mechanism we can say actually the mechanism is a solvation assisted dissociative mechanism എന്ന് പറയുന്നത്. കാരണം ഈ സോൾവേഷൻ നമ്മുടെ ഡിസോസിയേഷനെ അസിസ്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. Because yes this is the product ions are more effectively solvated than the single reactant species. When the reactant species or the substrate breaks into two ions, we can see that both these ions are solvated. And generally they will have greater 2 plus 3 plus ion, 4 minus ion ആയി ഇതും സോൾവേറ്റ് ചെയ്യാം. And that solvation is another releasing process and that is a driving force towards the dissociation. And we can see that yes in the place of ammonia ന്റെ സ്ഥാനത്ത് നമ്മൾ എത്രയും ഡയമൻ വന്നു കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ COEN2 ഒരു NH3 വേണമല്ലോ അല്ലേ. കാരണം 5 അമോണിയക്ക് 4 എത്രയും ഡയമൻ ഒരു അമോണിയ വെച്ചിട്ട് Cl. ഇതിന്റെ ഡിസോസിയേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇതിനപേക്ഷിച്ച് ഇത് സ്ലോ ആണ് ഡിസോസിയേറ്റീവ് മെക്കാനിസം. എന്തുകൊണ്ടാണ്? Because of the solvation which മാത്രമാണ് പറയുന്നത്. Because this is solvated to a lower extent because it has a more organic part. ഇവിടെ കൊബാൾട്ട് ശ്രദ്ധിക്കുക, കൊബാൾട്ടിന്റെ ചുറ്റും ഉള്ളത് അമോണിയം മോളിക്യൂൾസ് മാത്രമാണ്. CO NH3 നമുക്ക് സ്ക്വയറോടെ വരച്ചേക്കുന്ന സൗകര്യമാണ്. NH3 ഇത് സ്ക്വയർ ആണ് വരച്ചുകൊണ്ടിങ്ങനെ ആയതാണ്. തിരിക്കണ്ട. NH3 and NH3 Cl. ഈ രണ്ട് NH3ക്ക് പകരം എന്താണ് ഒരു എത്തിലീൻ ഡയമൈൻ CH2 NH2 ആവുമ്പോൾ can see that this is more organic. Say two carbon atoms introduced and this is actually a hydrophobic part. You can say that this one is less effectively solvated compared to the complex in which ammonium molecule are present. അത് കൂടുതലനുസരിച്ച് നമുക്ക് 3 അമോണിയന്റെ സ്ഥാനത്ത് ഒരു ഡൈഎത്തിലീൻ ട്രൈയമൈൻ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? മാറ്റി വരക്കാൻ കഴിയാത്തതുകൊണ്ടാണ്. ഡൈഎത്തിലീൻ ട്രൈയമൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 NH2 CH2 NH വീണ്ടും CH2 NH2. അപ്പോൾ ഇവിടെ ഓർഗാനിക് ആയി. ഇനി വേണമെങ്കിൽ ട്രൈഎത്തിലീൻ ടെട്രാമീൻ ഇതും കൂടി കണക്ട് ചെയ്യാം. മനസ്സിലായില്ലേ? ടെട്രാഎത്തിലീൻ പെന്റാമീൻ ഇതും കൂടി കണക്ട് ചെയ്യാം. ബിക്കോസ് ദ ലിഗാൻഡ് ഈസ് ഗോയിങ് ലൈക്ക് ദിസ് CH2 NH2 ഇത് എന്താണ്? എത്തിലീൻ ഡയമൈൻ ആണ്.
2 അമോണിയക്ക് പകരം ഉപയോഗിക്കാവുന്ന 2 അമോണിയന്റെ സ്ഥാനത്ത് നമുക്ക് പ്രതിഷ്ഠിക്കാവുന്ന ഒരു ലിഗാൻഡാണ് എത്തിലീൻ ഡയമീൻ. ഇനി 3 അമോണിയന്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് പ്രതിഷ്ഠിക്കാം? CH2 NH3. ഇതിന്റെ പേര് എന്താണ്? ഇതിന്റെ പേര് ഡൈ എത്തിലീൻ ട്രൈഅമീൻ ആണ്. ഇനി 4 അമോണിയന്റെ സ്ഥാനത്തോ ഇവിടെ ഒന്നും കൂടി വെട്ടി കളയാം. എന്നിട്ട് CH2 NH2. ഇതെന്താണ്? 1 2 3 ട്രൈ എത്തിലീൻ 1 2 3 ട്രൈ എത്തിലീൻ ടെട്രാമീൻ. ഇങ്ങനത്തെ ഹയർ ആയിട്ടുള്ള ലിഗാൻഡ്സ് വെച്ചിട്ട് നോക്കുമ്പോൾ ഏറ്റവും ഇഫക്റ്റീവായിട്ട് ബ്രേക്ക് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഡിസോസിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഇതാണ്. കാരണം എന്താണ്? ഇത് ഡിസോസിയേറ്റ് ചെയ്യാൻ ഉണ്ടാകുന്ന അയോണിനെ മോസ്റ്റ് ഇഫക്റ്റീവായിട്ട് സോൾവേറ്റ് ചെയ്യാൻ പറ്റും. ഇതാണെങ്കിലോ ഇവിടെയൊക്കെ കംപ്ലീറ്റ് കാർബൺ ആറ്റംസ് ആണ്. ഈ കാർബൺ ആറ്റം വരുന്നതനുസരിച്ച് സോൾവേഷനുള്ള സാധ്യത കുറയും. ഇറ്റ് ഈസ് ലെസ് ആൻഡ് ലെസ് ഇഫക്റ്റീവ് സോൾവേറ്റഡ് ഇഫ് ammonia is substituted by ethylene. 2 ammonia molecules are replaced by ethylenamine or say 3 replace the reaction illale you are taking different complexes. In one complex we have 5 ammonia molecules and 1 chloride, or 5 ammonia molecules and 2 chlorides, 4 ammonia molecules and 2 chlorides, or 5 ammonia molecules and 1 chloride, or 4 ammonia molecules and 1 water and 1 chloride, no problem, whatever it may be. അതിന് അമോണിയ മോളിക്യൂളിന്റെ സ്ഥാനത്ത് എത്തിലീൻ ഡയമീൻ വരുന്ന വേറെ കോംപ്ലക്സ്, 2 അമോണിയക്ക് പകരം എത്തിലീൻ ഡയമീൻ വരുന്ന വേറെ കോംപ്ലക്സ്, 3 അമോണിയക്ക് പകരം ഒരു ഡൈഎത്തിലീൻ ട്രൈഅമീൻ വരുന്ന വേറൊരു കോംപ്ലക്സ്, 4 അമോണിയക്ക് പകരം ഒരു ട്രൈഎത്തിലീൻ ടെട്രാമീൻ വരുന്ന വേറൊരു കോംപ്ലക്സ്. ഈ കോംപ്ലക്സുകളൊക്കെ നമ്മൾ എടുത്തിട്ട് അതിന്റെ റിയാക്ഷൻ സബ്സ്റ്റിറ്റ്യൂഷൻ റേറ്റ് സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഈ ലെങ്ത് കൂടുന്നതിനനുസരിച്ച് അതിന്റെ റേറ്റ് കുറഞ്ഞു വരികയാണ്. റേറ്റ് കുറയാണ്. എന്താ കാരണം? കാരണം ഇതാണ്, when the ligand becomes more and more organic, we can say it becomes more and more hydrophobic, and yes, the solvation becomes less and less effective. The best solvent will be this one. മനസ്സിലായില്ലേ? ഇത് വലിപ്പം ലിഗാൻഡ് വലിപ്പം കുറവാണ്. ഇത് വലിപ്പം കൂടുന്നുണ്ട്. വലിപ്പം കൂടുന്നതനുസരിച്ച് നമുക്ക് സോൾവേഷൻ ഇഫക്റ്റ് കുറഞ്ഞു വരികയാണ്. The smaller the ion, the greater will be the extent of solvation. The more organic the ion, the less effective will be the solvation. മനസ്സിലായില്ലേ? ഇവിടെ CH3ന്റെ സ്ഥാനത്ത് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണ്, ഇവിടെ ഒരു OH ഉണ്ടെങ്കിലോ അത് കൂടുതൽ ഇഫക്റ്റീവ് ആയിട്ട് സോൾവേറ്റ് ചെയ്യാൻ പറ്റും. അത് കോർഡിനേറ്റ് ചെയ്തില്ലെങ്കിൽ പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ കറക്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാവും ഈ സോൾവേഷന്റെ ഇഫക്റ്റ് ഈ ഡിസോസിയേറ്റീവ് റിയാക്ഷനെ നന്നായിട്ട് ബാധിക്കുന്ന ഫാക്ടറാണ്. The greater the extent of solvation possible, as the greater is the rate of the reaction. And in different complexes in which ammonia molecules are successfully replaced by ethylenediamine or diethylene triamine or triethylene tetramine, we can see that rate goes on decreasing because of the less and less effective solvation of the not of the complex but of the as products. Product ശരിക്കും പറഞ്ഞാൽ as the fragments of a dissociate ചെയ്യുന്ന ഫ്രാഗ്മെന്റ്സ് രണ്ടിനെയും സോൾവേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി അമോണിയ മോളിക്യൂൾസിന് അമോണിയ എക്സാമ്പിൾ എടുക്കുന്നതിൽ കൂടുതലാണ്. എത്തിലീൻ കുറവാണ്. ഡൈഥൈൽ ട്രൈമിൻ അതിനേക്കാളും കുറവാണ്. രണ്ടിടത്ത് പറയാം. എന്നിട്ട് അതിന്റെ വലിപ്പം കൂടുന്നു അല്ലെങ്കിൽ അതിന്റെ ഓർഗാനിക് നേച്ചർ കൂടി വരുന്നു. രണ്ടായാലും ശരി ദാറ്റ് പ്രോസസ് less and less effective solvation leading to lower and lower rate of substitution in such reaction. Substitution എപ്പോഴാണ് ഒരു ക്ലോറൈഡോ എന്നൊക്കെ നമുക്ക് പ്രതീക്ഷിച്ചു. ഒരു ക്ലോറൈഡോടെയാണ് ഒരു ക്ലോറൈഡ്. ഈ ക്ലോറൈഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് ഇവിടെ എല്ലാ അമോണിയ വന്നാൽ എങ്ങനെ? ഇവിടെ 3 അമോണിയയും 2 എത്തിലീൻ ഡയമീൻ വന്നാൽ എങ്ങനെ? അല്ലെങ്കിൽ എന്താണ് 3 അമോണിയയും 1 എത്തിലീൻ ഡയമീൻ വന്നാൽ എങ്ങനെ? അല്ലെങ്കിൽ 4 ഡൈഎത്തിലീൻ ട്രൈഅമീൻ വന്നാൽ എങ്ങനെ? അല്ലെങ്കിൽ ടെട്രാ എത്തിലീൻ പെന്റാമീൻ വന്നാൽ എങ്ങനെ? നോക്കുമ്പോൾ മനസ്സിലാകുന്നത് ഇതിന്റെ വലിപ്പം കൂടുന്നതനുസരിച്ച് റേറ്റ് കുറഞ്ഞു വരുന്നതാണ്. ഓക്കെ, എല്ലാ ഫാക്ടേഴ്സ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ എല്ലാ ഫാക്ടേഴ്സും കാണിക്കുന്നത് ഒരേ ഡയറക്ഷനിലാണ്. In octahedral complexes, preferred mechanism is the dissociative mechanism and not the associative one. പിന്നെ വേറൊരു കാര്യം ജനറൽ നമുക്ക് ആലോചിക്കാവുന്നേ ഉള്ളൂ. In an octahedral complex we have 2 ligands along x-axis, 2 along y-axis and 2 along z-axis. എല്ലാ ആക്സിസും ലിഗാൻഡ്സ് ഉണ്ട്. പിന്നെയും ഒരു അസോസിയേറ്റീവ് റിയാക്ഷൻ കൂടി റിയാക്ട് ചെയ്യണമെങ്കിൽ പിന്നെ ഒരു ലിഗാൻഡ് കൂടുതൽ ചേർക്കണം. That should form a 7 coordinate complex. And if we look into the different coordination components formed by many metal ions, we can see that the most common option is 6. മനസ്സിലായില്ലേ? 7 അല്ല. Then it is 4, then 5 and so on. അപ്പോൾ 5-നാണ് സാധ്യത. 7-നേക്കാൾ കൂടുതൽ കോംപ്ലക്സ് ഉള്ളത് 5-ലാണ് പലപ്പോഴും. 5 ആവാനാണ് സാധ്യത. മാത്രമല്ല 5 ആകുമ്പോൾ അതിന്റെ എന്താണ് 6-ൽ നിന്ന് 5-ആയിട്ട് അതിന്റെ കോർഡിനേഷൻ നമ്പർ കുറയുക ചെയ്യുന്നത്. 6 നേടാകുമ്പോൾ സ്റ്റെറിക് ഇഫക്റ്റ് ഒക്കെ വളരെ കൂടുതലായിരിക്കും. എന്തുകൊണ്ടും ഒക്ടാഹെഡ്രൽ കോംപ്ലക്സിന് പോസിബിലിറ്റി എന്താണ്? ഡിസോസിയേറ്റീവ് മെക്കാനിസം ആണെന്ന് മനസ്സിലാക്കും. ഓക്കെ, അപ്പോൾ അസോസിയേറ്റീവ് ആൻഡ് ഡിസോസിയേറ്റീവ് മെക്കാനിസം കൃത്യമായ വ്യത്യാസം എന്താണ്, അതിനെ ബാധിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞു. ഇനി അടുത്ത പോയിന്റ്,
നമ്മൾ ആ തുടക്കത്തിൽ ടേംസ് പഠിച്ചിട്ടുണ്ട് ഇനർട്ട് ആൻഡ് ലബൈൽ കോംപ്ലക്സസ്. Those complexes which undergo substitution reactions with a fast rate are labile complexes, the slow rate are called inert complexes. Now we are going to give an explanation or a reason for why certain complexes are inert or labile. എന്തുകൊണ്ട് or an explanation for inertness and lability. Inertness and lability. And we can apply either the valence bond theory or the crystal field theory to explain the inertness and lability of octahedral complexes. Octahedral complexes മാത്രമാണ് പറയുന്നത്. അതിന്റെ ഇനർട്ട്നെസ്സും ലബൈലിറ്റിയും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണമെങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം? വാലൻസ് ബോണ്ട് തിയറി വെച്ചിട്ടൊരു എക്സ്പ്ലനേഷൻ കൊടുക്കാം, അതല്ല ക്രിസ്റ്റൽ ഫീൽഡ് തിയറി വെച്ചിട്ട് എക്സ്പ്ലനേഷൻ കൊടുക്കാം. നമ്മൾ നേരത്തെ പല കാര്യങ്ങളും നമ്മൾ ഇതിനെന്താണ് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് വി എക്സ്പ്ലെയിൻ ഇറ്റ് ബേസ്ഡ് ഓൺ ദി CFT and also on the valence bond theory. അല്ലേ, വാലൻസ് ബോണ്ട് വെച്ചുമ്പോൾ മാഗ്നറ്റിക് പ്രോപ്പർട്ടി എക്സ്പ്ലെയിൻ ചെയ്യാം, ക്രിസ്റ്റൽ ഫീൽഡ് തിയറി ഉപയോഗിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അതേപോലെ ഇനർട്ട്നെസ് ആൻഡ് ലബൈലിറ്റി ഓഫ് octahedral complexes can be explained both by applying the valence bond theory and more accurately you can see that by the crystal field theory. First let us look into the valence bond theory. Valence bond theory പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ പ്രധാനമായിട്ട് വരുന്നത് ഈ ചിത്രമാണ്. ND, n+1s, n+1p and n+1d. Okay. Formula. It is rounded and there are some electrons in the d orbitals. S orbitals are free and you can see different types of hybridizations, either making use of the 3d orbital, s orbital and p orbital, that is the d2sp3 hybridization, or making use of the sp3 and this to the sp3 d2 hybridization, depending on the number of electrons present in the d orbital and also on the strength of the ligand, which can cause either pairing or which cannot cause pairing. ഇതൊക്കെ വെച്ചിട്ടാണ് ഹൈബ്രിഡൈസേഷൻ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? That is if it has 1, 2 or 3 electrons, no problem, you can have a d2sp3 hybridization. ഇവിടെ വേക്കന്റ് ഓർബിറ്റിൽ വെച്ചിട്ട് അപ്പുറത്തെ ഡിയിലേക്ക് ഒരിക്കലും അത് പോകില്ല. മനസ്സിലായില്ലേ? 1, 2, 3 ഉണ്ടെങ്കിൽ that is d2sp3 hybridization. 4 മുതൽ വരുമ്പോഴേ 4, 5, 6 വരുമ്പോഴേ 7, 8 വന്നാൽ പിന്നെ പ്രശ്നമാണ്. മനസ്സിലായി? 4, 5, 6 വരുമ്പോഴേ we can see that it can be either as എന്താണ് pairing can occur and the 6 electrons 6 or less can be 1, 2, 3, 4, 5 6 where electrons accommodate ചെയ്യാം. So that we can make use of this. അപ്പോൾ 4, 5, 6 d electrons ഉള്ള കോംപ്ലക്സ് d electrons ഉള്ള octahedral കോംപ്ലക്സിൽ it can be either low spin or high spin, or it can be as the d2sp3 hybridization or sp3. 4 പേരിങ് നടത്തുന്നതിന് എന്താ സ്ഥിതി ഉണ്ടാവുക? 1, 2, 3, 4 ഇങ്ങനെ ഉണ്ടാവും. ഇതിനെ പേരയിക്കാൻ പറ്റില്ല, പിന്നെ ഒരു ഡി മാത്രമേ ഉള്ളൂ, അത് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ എന്താണ്? sp3 d2 ആയിരിക്കും. 4 ഇലക്ട്രോൺ ഉണ്ട്, അതിനെ പേരയിക്കാനും വരുന്ന ലിഗൻഡ് പറ്റുമെങ്കിൽ അത് എന്താണ്? ഇന്നർ ഓർബിറ്റൽ കോംപ്ലക്സ് ഫോം ചെയ്യുന്നു. സ്ട്രോങ് ലിഗൻഡ്സ് 4, 5, 6, 7, 8 ഉണ്ടെങ്കിൽ എന്ത് പേരയിക്കാൻ പറ്റിയാലും 7ാമത്തെ ഇലക്ട്രോൺ വരുമ്പോൾ പിന്നെ 2 ഡീനെ വേക്കൻ്റ്, പിന്നെ എപ്പോഴും അത് ഔട്ടർ ഡി ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ഡി ഓർബിറ്റൽസ് ആയിരിക്കും എന്തിൽ ഇൻവോൾവ് ചെയ്യുക? ഹൈബ്രിഡൈസേഷൻ ഇൻവോൾവ് ചെയ്യുക. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ആകെ പ്രശ്നം വരുന്നത് 1, 2, 3 ആണ് ഡി ഓർബിറ്റൽസിലുള്ള മൊത്തം ഇലക്ട്രോൺസ് ഡി ഇലക്ട്രോൺസിന്റെ എണ്ണമെങ്കിൽ hybridization will be d2sp3. 4, 5, 6 ആണെങ്കിൽ it can be either depending on strength of. If it is more than 7, then it will be always the outer or sp3 d2. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് ക്ലിയർ ആക്കുക. ഇത് ശ്രദ്ധിച്ച് നോക്കിയാൽ വളരെ സിമ്പിൾ ആണ്, പക്ഷേ കൺഫ്യൂഷൻ വരാൻ പാടില്ല. 1, 2, 3, 4
1, 2 or 3. The number of d electrons, if it is 1, 2 or 3, hybridization will be d2sp3. If it is a 4, 5 or 6, it will be sp3d2 or d2sp3. With sp3d2 with weak ligands, and this is with a strong ligand. Strong ligand d2sp3 hybridization will be there even if there are up to 6 electrons, because this ligand can cause the as electrons to pair in the d orbitals. Okay. And if it is 7, 8, 9 or 10, 7, 8, 9 or 10, that is no 2 d orbitals can be made vacant even if by pairing, so that the hybridization will be sp3d2. Okay, these are inner orbital complexes, these are outer orbital complexes. And the one main point that is to be noted is the outer d orbital is of course of higher energy compared to the inner d orbitals. As the distance of the orbital from the nucleus increases, the energy also increases, we know. And definitely N plus 1d will be always of higher energy than Nd, no doubt. Now let us look into the reactions. Okay, you can see that if a complex is to be labile, you can see that the metal ligand bond should break easily. See that? And this easy cleavage of the bond is possible, especially when the metal ligand bond is weak, of course. Cleavage reaction ML5X will break into ML5 plus X. This X ligand should break away. That means the metal ligand bond should be somewhat weak, so that it can easily be broken. And if the d2sp3 hybridization is involved, that is, it is a inner orbital complex. Inner orbital complex means low energy d orbitals are used for bonding. That means that's a strong bond. And outer orbital complexes make use of the 4d orbital, which is a completely high energy, so that the bond is weak. And we can generally say that as per the valence bond theory, all inner orbital complexes should be inner and the outer orbital complexes should be labile. Because it will be difficult to break a bond formed making use of the 3d orbital, whereas it will be somewhat easy to break a bond that is formed from an orbital involving 4d. From a hybrid orbital involving one orbital SOPOD hybrid orbital. Hybrid orbital D sp3 ready S3p ready. Inner orbital, inner d orbital, that is as. Of course, an orbital which is closer to the nucleus, we can see that it forms a stronger bond with the ligand, are d2sp3 orbitals, whereas sp3d2 orbitals form a weak bond comparatively. So that generally we can say all inner orbital complexes are to be inner, especially if the mechanism is a dissociative. ഒരു ഡിസോസിയേറ്റീവ് മെക്കാനിസത്തില് നമ്മൾ വാലൻസ് ബോണ്ട് അനുസരിച്ച് പറഞ്ഞാല് എല്ലാ ഇന്നർ ഓർബിറ്റൽ കോംപ്ലക്സും ഇനർട്ട് ആയിരിക്കണം, ഔട്ടർ ഓർബിറ്റൽ കോംപ്ലക്സ് ജനറലി ലബൈൽ ആയിരിക്കണം. ഓക്കെ, ഇനി വേറൊരു കാര്യമുള്ളത് ശ്രദ്ധിക്കുക. ഇഫ് ദ റിയാക്ഷൻ പ്രൊസീഡ്സ് ത്രൂ എ SN2 or associative mechanism, associative mechanism ആണെങ്കിൽ എന്താ സ്ഥിതി? See, associative mechanism involves the reaction that is ML5X plus Y. ML5XY. 7 coordinate complex is to be formed. 7 coordinate complex form ചെയ്യണമെങ്കിൽ ആ 7th ligand വന്നിട്ട് ബോണ്ട് ചെയ്യുന്ന ഓർബിറ്റൽ അത് ഇന്നർ ഓർബിറ്റൽ കോംപ്ലക്സിന്റെ കേസിൽ ഇവിടെ ഏതെങ്കിലും ഓർബിറ്റൽ വേണം, അല്ലെങ്കിൽ പുറത്തുള്ള ഒരു ഡി ഓർബിറ്റൽ ഉപയോഗിക്കണം. പുറത്തുള്ള ഡി ഓർബിറ്റൽ പ്രശ്നം എന്താണ്? ദാറ്റ് ഇസ് ഓഫ് എ ഹയർ എനർജി, ദാറ്റ് മീൻസ് ദ ബോണ്ട് വിൽ ബി വീക്ക്. സ്ട്രോങ് ബോണ്ട് ഫോം ചെയ്യണമെങ്കിൽ ഇവിടെ ഇലക്ട്രോൺ ഇല്ലെങ്കിലോ ഫീൽഡ് എങ്കിലോ അതിനകത്ത് ഉപയോഗിക്കാനും പറ്റില്ല. മനസ്സിലായില്ലേ? പിന്നെ വേറൊരു ഫാക്ടർ ഉള്ളത്, see, if you have a
T2g orbital. ഇപ്പോൾ ഈ ഓർബിറ്റ് നമ്മുടെ ബാലൻസ് മോഡ് തിയറിയിൽ വരുന്നില്ല. പക്ഷേ you can say that a dxy, a dyz or dxz orbital, these are the orbital. ഈ ഓർബിറ്റൽ നമ്മൾ ഇവിടെ കാണുന്ന ഓർബിറ്റൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. dxy, dyz and dxz. നമ്മൾ T2g നമ്മൾ ആ T2g നൊട്ടേഷൻ നമുക്ക് വരുന്നത് പിന്നെ റിസർവിൽ എവിടെയെങ്കിലും ഈ ഓർബിറ്റൽസ് നമുക്കറിയാം dxy dy because the orbitals involved in the D2sp3 hybridization are the dx squared minus y squared orbital and dz squared orbital. അത് ഇവിടെയായാലും അതല്ല ഇവിടെയായാലും എന്താ ഓർബിറ്റൽ ഏതാണ്? that is the dx squared minus y squared and dz squared orbital. എന്താ അങ്ങനെ പറയാൻ കാരണം? because those are the orbitals which direct towards the ligand, because the ligands are along the x-axis, y-axis, z-axis. Only the axial orbitals can involve in the hybridization forming bond with the ligand. P orbital, s orbital നമുക്കറിയാം. P orbital is along the axis, s orbital is vertically symmetrical, no problem. So ഈ orbitals ഒക്കെ ഏതാണ്? സിഗ്മ ബോണ്ട് ഫോർമേഷന് പരമാവധി യോജിച്ച ഓർബിറ്റൽസ് ആണ് എന്ന് മനസ്സിലാക്കുക. ഈ പറഞ്ഞ സംഭവം നമ്മളിപ്പോൾ അവസാന സ്ഥലത്ത് കണ്ടിട്ടുണ്ട്. എമ്മോ തിയറി എപ്പോഴും കണ്ടിട്ടുണ്ട് അല്ലേ? അതായത് ലിഗാൻഡ് നേരെ വരുന്നതുകൊണ്ട് എമ്മോ തിയറിയിൽ നമ്മൾ പറയുന്നത് എന്താണ്? യെസ്, ഇ ജി എന്ന് പറഞ്ഞ ഓർബിറ്റൽ ഏതാണ്? ഡി എസ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഡി സെഡ് സ്ക്വയർ ആണ്. അതാണ് ലിഗാൻഡുമായിട്ട് കറക്റ്റായിട്ട് മാച്ച് ചെയ്യുന്നത്. ലിഗാൻഡ് പി സിഗ്മ ഓർബിറ്റലുമായിട്ട് 2-3 ക്ലാസ് മുമ്പേ പറഞ്ഞ ഓർമ്മ. പി സിഗ്മ ഓർബിറ്റലുമായിട്ട് കറക്റ്റ് മാച്ചിങ് വരുന്നത് അതാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അതുകൊണ്ട് യാതൊരു സംശയമില്ല ഈ രണ്ട് ഓർബിറ്റൽ D2sp3 ആയാലും sp3 D2 ആയാലും the d orbitals involved are the ds squared minus y squared and dz square orbitals. Those are the orbitals which form sigma bond with normal case sigma bond with the metal. അപ്പോൾ ഈ ഓർബിറ്റിൽ കഴിച്ചു വരുന്ന എക്സ് വൈ വൈ സെഡ് എക്സ് സെഡ് എക്സ് അതിന്റെ ശ്രദ്ധിക്കുക. ദിസ് എക്സ് ആക്സിസ്, ദിസ് വൈ ആക്സിസ്, this is one of the EG orbital and this is the ligand and this is somewhat the sigma bond formed with the metal and ligand. No problem. This is a EG orbital. EG എന്നുള്ള നമ്മുടെ നൊട്ടേഷൻ നമ്മൾ പിന്നെ വരുന്നുണ്ടെങ്കിലും ബാലൻസ് മോഡ് തിയറിയിലാണ് സംഗതി അറിയാനാണല്ലോ. നേരെ മറിച്ച് ഈ ഓർബിറ്റലാണ് T2g orbital. And if the mechanism is associative mechanism could react നമ്മൾ ആലോചിക്കുക. You say, if the mechanism is associative, what is the rate determining step or slow step? That is the formation of the 7 coordinate complex and the 7th bond with the ligand may be formed making use of one of these interaxial orbitals. That is the electron donated from the ligand should go into this orbital. That is one of the 3 interaxial orbitals. And if you consider different transfer levels starting from scandium to zinc, we can say that in some cases there may be vacancy in the T2g orbital or the interaxial orbitals. Now vacancy ഉണ്ടാവുക D0, D1 and D2. And if it is D3, then no problem. No question of any vacancy because a pair of electrons is donated by the ligand and that cannot be accommodated in one of the interaxial orbitals because it is only the interaxial orbitals that can accommodate the electrons donated by ഇവിടെ ഇപ്പോൾ ഇടക്കുണ്ടാവുന്ന 7 കോർഡിനേറ്റ് കോംപ്ലക്സ് ഫോം ചെയ്യണമെങ്കിൽ ഇവിടെ സെന്റ് ആക്സിസിൽ ഒക്കെ ഉള്ള ഓർബിറ്റൽ ലിഗാൻഡുമായിട്ട് ബോണ്ട് ഫോം ചെയ്ത് കഴിഞ്ഞു. പിന്നെ ബാക്കിയുള്ളത് ഏതാണ്? ഈ പറഞ്ഞ ഓർബിറ്റൽസ് ആണ്. ഈ പറഞ്ഞ ഓർബിറ്റൽസിലേക്ക് വേണം ആര് വരാൻ? 7ാമത്തെ ലിഗാൻഡ് കൊടുക്കുന്ന, കാരണം 7ാമത്തെ ലിഗാൻഡ് മെറ്റലായിട്ട് ബോണ്ട് ഫോം ചെയ്യണമല്ലോ. ദി അസോസിയേറ്റീവ് മെക്കാനിസം, the 7th ligand should form a bond with the metal and that one formation can be only making use of the 3 remaining. The remaining means those d orbitals which have not taken part in the hybridization will be there to receive the electrons, but unfortunately if these orbitals have already of some ligand, some electrons, that is 0, 1 or 2 അല്ലാതെയുള്ള ഏത് 4 ആയാലും 5 ആയാലും 6 ആയാലും ഒക്കെ ഇവിടെ ഇലക്ട്രോൺസിന്റെ എണ്ണം മനസ്സിലായില്ലേ? അത് എന്താണ് ഫുള്ളായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഹാഫായാൽ പോലും ഒരു ഇലക്ട്രോൺ എങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ ഇത് നടക്കില്ല. പിന്നെ വരുന്ന ലിഗാൻഡിന് പിന്നെ ആ ലിഗാൻഡ് പുറത്തെ ഡി ഓർബിറ്റൽ ഉപയോഗിക്കേണ്ടി വരും. പുറത്തെ ഡി ഓർബിറ്റലിന്റെ പ്രശ്നം എന്താണ്? അത് ഹയർ എനർജിയാണ്. അപ്പോൾ ഇവന്മാര് ഇന്നർ ഓർബിറ്റൽ കോംപ്ലക്സിൽ വേക്കൻസി ഉണ്ടെങ്കിൽ D0, D1, D2 ഉണ്ടെങ്കിൽ such complexes are most probably labile complexes. S2
that is a SN2 mechanism ആണ് റിയാക്ട് ചെയ്യുന്നെങ്കിൽ അത് ലബൈൽ ആവണം. മനസ്സിലായില്ലേ? ഇങ്ങനെ നമുക്ക് ബാലൻസ് ബോണ്ടിനനുസരിച്ച് ഏതൊക്കെ കോംപ്ലക്സ് ഇനർട്ട് ആവും, അത് ഉപയോഗിക്കുന്ന ഓർബിറ്റൽ ഏതാണ്, ഡി ഓർബിറ്റ് ഇന്നർ ആണോ ഔട്ടർ ആണോ. ഇന്നർ ഓർബിറ്റൽ കോംപ്ലക്സ് SN1 റിയാക്ഷനിൽ കംപ്ലീറ്റ്ലി എന്തായിരിക്കും, ഇനർട്ട് ആയിരിക്കും. അതൊരു സബ്സ്റ്റിറ്റ്യൂട്ട്. കാരണം ഇന്നർ ഓർബിറ്റൽ കോംപ്ലക്സ് മേക്ക് യൂസ് ഓഫ് ഇന്നർ ഡി ഓർബിറ്റൽ, ലോ എനർജി ഡി ഓർബിറ്റൽ, സോ ദാറ്റ് ദ ബോണ്ട് ഫോംഡ് വിത്ത് ദോസ് ഓർബിറ്റൽസ് ഇൻവോൾവ് ഇൻക്ലൂഡിംഗ് ദ ഇന്നർ ഡി ഓർബിറ്റൽസ് വിൽ ബി സ്ട്രോങ് and it will be difficult to break. Whereas outer orbital complexes make use of the outer d orbital, which are of higher energy, and the bond formed by hybrid orbitals involving the outer d orbitals will be weak, so that they can easily be broken and they may be labile. ഇങ്ങനത്തെ ചില ഫാക്ടേഴ്സ് അങ്ങോട്ടും ബാലൻസ് ചെയ്ത് നമുക്ക് പറയാൻ പറ്റും. എന്താണ്, these complexes are either inert or labile based on such factors. അതായത് അതിൽ ഇലക്ട്രോൺ അടിയിൽ ഇവിടെ ഇലക്ട്രോൺ ഉണ്ടോ ഇല്ലയോ അതിനനുസരിച്ച് SN1 SN2 ഏതിലാണ് അത് ബാധിക്കുക. അത് കൂടുതൽ സ്റ്റേബിൾ അല്ലെങ്കിൽ എന്താണ് എനർജി കുറഞ്ഞ ഓർബിറ്റലാണ്. അതുമായിട്ട് ബോണ്ട് ഫോം ചെയ്യാൻ വരുന്ന ലിഗാൻഡ് എളുപ്പമാണ്. വേറെ ഔട്ടർ ഓർബിറ്റൽ കോംപ്ലക്സിൽ പോയി കഴിഞ്ഞാൽ അതിന് ബോണ്ട് ഫോം ചെയ്യുന്ന ബുദ്ധിമുട്ടെന്നല്ല. Such reactions will be, you can say that as slow, whereas here it can be fast because the formation. It is എന്താണ് ശ്രദ്ധിക്കേണ്ടത്, SN2 ആണെങ്കിൽ മനസ്സിലായില്ലേ, SN2 ആണെങ്കിൽ ഇങ്ങനെ, SN1 ആണെങ്കിൽ ഇങ്ങനെ നോക്കി നമുക്ക് കൃത്യമായ ഇൻഫർമേഷൻ കിട്ടും. ബൈ ബാലൻസ് ബോണ്ട് തിയറി which all complexes are inert and which all complexes are labile എന്നുള്ള കാര്യത്തിൽ അതൊന്ന് ക്ലിയർ ആവുന്നുണ്ടോ? So we can see these things, that is inertness and lability based on the valence bond theory. അതുപോലെ മെറ്റൽ ലിഗാൻഡ് ബോണ്ട് എത്രത്തോളം സ്ട്രോങ് ആണോ, സ്വാഭാവികമായിട്ടും എ ഡിസോസിയേറ്റീവ് മെക്കാനിസം ഈസ് എ ഡിഫിക്കൽട്ട് ഓർ വിൽ ബി സ്ലോ. ഒരു കാര്യം ശ്രദ്ധിക്കുക, മെറ്റൽ ലിഗാൻഡ് ബോണ്ട് എത്ര സ്ട്രോങ് ഉപയോഗിക്കുക എന്നുള്ള പ്രശ്നമാണ്. അസോസിയേറ്റീവ് മെക്കാനിസെങ്കിലോ, അസോസിയേറ്റീവ് മെക്കാനിസത്തിൽ മെറ്റലും ലീവിംഗ് ഗ്രൂപ്പും തമ്മിലുള്ള ബോണ്ടിന്റെ സ്ട്രെങ്ത് വരുന്നേ ഇല്ല. നമ്മൾ പിന്നെ ഇതിൽ കണ്ടിട്ടുണ്ട് കുറച്ചു മുമ്പേ. അവിടെ ആരാണ് വരുന്ന ലിഗാൻഡ് മറ്റു തമ്മിൽ ബോണ്ട് ഫോം ചെയ്യാൻ എത്രത്തോളം എളുപ്പമാണോ അതിനനുസരിച്ചാണ് അത് എന്താണ് ഇലക്ട്രോണോ ലബൈലാണോ എന്ന് പറ്റുന്നത്. ബിക്കോസ് ദ റേറ്റ് ഡിറ്റർമിനിസ്റ്റം ഇൻ ദാറ്റ് കേസ് ഈസ് ദ ഫോർമേഷൻ ഓഫ് ദി 7 coordinate complex or the association of the metal or the association of the substrate and the entering group. അവിടെ അതാണ് പ്രധാനം. മറ്റൊരു ഡിസോസിയേഷൻ ഓഫ് ദ സബ്സ്ട്രേറ്റ് ആണ് മോർ ഇമ്പോർട്ടൻറ്റ്. അവിടെ ബോണ്ട് വീക്കോ സ്ട്രോങ് അനുസരിച്ചിട്ട് ആ സ്ട്രോങ് ഫാസ്റ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. മറ്റൊരു ബോണ്ട് വീക്കർ സ്ട്രോങ് ഡയറക്റ്റ് ആയിട്ട് ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ വേറെ പ്രശ്നങ്ങളുണ്ട്. ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ ബോണ്ട് സ്ട്രോങ്ങോ വീക്കോ ആവാൻ സാധ്യതയില്ല. പറയുന്ന കാര്യം ക്ലിയർ ആവുന്നുണ്ടോ? ഒന്നുകൂടി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ക്ലിയർ ആക്കാം. ഓക്കെ.